നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ നിൽക്കാനുള്ള ഒരു ശ്രമം ഈ വീട്ടിലെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവര് ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. പക്ഷെ അപ്പോഴേക്കും ജീവിതം കൈമോശം വന്നിട്ടുണ്ടാവും. വിശാലിന്റെ കേസിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല സർ. നമുക്ക് നോക്കാം. ജീവിതാനുഭവം നിങ്ങളെക്കാൾ കൂടുതലാണല്ലോ എനിക്ക്. വിശാലിനെയും നിരഞ്ജനെയും എനിക്കറിയാം. നിങ്ങളാണോ ശരി, ഞാനാണോ ശരിയെന്ന് അത് കാലം പറയും. ബാക്കി നമുക്ക് അപ്പോൾ സംസാരിക്കാം. സൂപ്പർ. ഇത് വേണം. ഓക്കെ, ഇത് വേണം. എന്താ വിശാൽ? ഈ പൊന്നുമണിക്ക് എന്ത് പറ്റി? എന്താ? അല്ല, ഞാനിന്നൊരു കാഴ്ച കണ്ടു. പൊന്നുമണി ആ ശരവണനും കൂടി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്നു. ശരവണനോ? അതെ. ഡോക്ടറെ, അത്രയ്ക്കൊന്നും വേണ്ടെന്ന് പറയണം പൊന്നുമണിയോട്. ശരത്തിനെ എതിർത്തതുകൊണ്ടാണ് ശരവണനെ നമ്മളിപ്പോൾ അംഗീകരിക്കുന്നത്. അതൊഴിച്ചാൽ ആരാ ശരവണൻ? പൊന്നുമണിക്ക് ഒരിക്കലും ചേരാത്തൊരു കൂട്ടാണ് ശരവണൻ. അതൊന്ന് ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ശരി, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആ ഡോക്ടറെ, വിളിച്ചു പറഞ്ഞ് ഞാനാണെന്ന് തൽക്കാലം കൊച്ചറിയണ്ട. ശരി, ബൈ. ശരി. ആകെ സങ്കടത്തിലാ മോനെ. എന്തു പറ്റി? കല്യാണത്തെക്കുറിച്ച് ആലോചിച്ച് ഒരു സമാധാനവും ഇല്ല. ഞാൻ പിന്മാറുമെന്നുള്ള പേടിയാണെങ്കിൽ അത് വേണ്ട. ഞാൻ അങ്ങനെ ചെയ്യില്ല. മോനെക്കുറിച്ച് ഓർത്തല്ല ഞങ്ങളുടെ പേടി, മനോഹരേട്ടനെ കുറിച്ച് ഓർത്ത. അവനിപ്പോ അവൾ പറയുന്നതേ കേൾക്കും മോനെ. അവൾക്കാണെങ്കിൽ ഈ കല്യാണം നടക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. ശരിക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? അത് നിങ്ങളുടെ ഭാഗത്ത് തന്നെ. നിങ്ങളെന്ന് പറഞ്ഞ അമ്മ. ഞാൻ എന്ത് ചെയ്തു? അമ്മേ, എങ്ങനെയാ ദേവിക അച്ഛനോട്ട് ഇത്ര അടുത്തത്? ആരതിനുള്ള അവസരം ഉണ്ടായി കൊടുത്തത്? അമ്മ തന്നെയല്ലേ. അമ്മയ്ക്ക് ഏത് നേരം നോക്കിയാലും അച്ഛനോട് വഴക്കിടാനായിരുന്നു താല്പര്യം. ആരാ അമ്മയെ സമാധാനം ആഗ്രഹിക്കാത്തത്, സ്വസ്ഥത ആഗ്രഹിക്കാത്തത്? അമ്മ അച്ഛനെ അകറ്റി നിർത്തിയപ്പോ ആ അവസരം ദേവിക ശരിക്കും മുതലെടുത്തു. അവരിപ്പോ മരുമോളല്ലെന്ന് ഓർക്കണം, മകളുടെ സ്ഥാനമാ അച്ഛൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചെന്ന് ശരിക്കൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അത് ശരിയാ മോൻ പറഞ്ഞത്. ഇവളുടെ വീഴ്ചകളാ ദേവിക നേട്ടങ്ങളാക്കി മാറ്റിയത്. ഇനി എല്ലാരും കൂടി എന്നെ കുറ്റം പറഞ്ഞോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മനഃപൂർവ്വം വഴക്കിട്ടിട്ടുമില്ല. കാരണമുള്ള കാര്യത്തിനല്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന്
ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഈ വീട്ടില്? മനോഹരേട്ടൻ ദേവികയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത്. എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും അങ്ങനൊക്കെ തന്നെ ചെയ്യുള്ളൂ. അമ്മയെ കുറ്റപ്പെടുത്തിയതല്ല, എല്ലാവരും എല്ലാ വശവും ചിന്തിക്കണമല്ലോ, അങ്ങനെ പറഞ്ഞതാ. എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം, അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സിൽ. അതിനുശേഷം എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. അതോർത്ത് അമ്മ പേടിക്കണ്ട, ഞാനായിട്ട് കല്യാണത്തിൽ നിന്ന് ഒഴിയില്ല. നിത്യ തയ്യാറല്ല മോനെ, അല്ലെങ്കിൽ മനോഹരനെ ഒഴിവാക്കി നമുക്ക് ഈ കല്യാണം നടത്തായിരുന്നു. അവക്കിപ്പോ അച്ഛനോടാ ചായ്വ്. അമ്മേ, അത് പതുക്കെ മാറ്റിയെടുക്കണം. അവളും കൂടി ആ പക്ഷത്ത് പോയാ നമ്മള് തീർന്നു. പിന്നെ എഴുന്നേക്കണെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ബുദ്ധിമുട്ടിയാലേ സാരമില്ല, എന്നാൽ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാ. പക്ഷേ മോൻ എന്റെ മോളെ കൈവിടരുത്. അച്ഛന്റെ ചില നേരത്തെ വർത്താനം കേട്ടാ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോവാൻ തോന്നും. ആ നോക്കാം എന്താ സംഭവിക്കാൻ പോന്നെന്ന്. ഒന്നമ്മ ഉറപ്പിച്ചോ, കല്യാണത്തിൽ നിന്ന് ഞാനായിട്ട് ഒരിക്കലും ഒഴിയില്ല. അങ്ങനെ വല്ല സംഭവിക്കുകയാണെങ്കിൽ അതിനൊറ്റ കാരണം ഉണ്ടാവും, ആ ദേവിക. ആ ചുരിദാറും കൂടി എടുക്കായിരുന്നു, അത് പൊന്നുമണിക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് മുഴുവൻ ആർക്കിടാനാ? എടുത്തിരിക്കുന്ന എനിക്ക് തന്നെയല്ലേ? ഇഷ്ടമായ പൊന്നുമണിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം, ഞാനത് സഹായിച്ചു തരും. ഇനി എൻ്റെ ജീവിതം പൊന്നുമണിക്കുള്ളതാണ്. എന്റെ ഭാഗ്യം. ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ കയറി ബിരിയാണി കഴിക്കാം, എന്നിട്ട് പോവാം. ശരി. ബാ പൊന്നുമണി കയറി.